വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്താണ് നമുക്കൊപ്പം ഉള്ളത്. കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം അവിടെ 3-ാം സ്ഥാനത്താണ് പോയത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വട്ടിയൂർക്കാവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രശാന്ത് ചേർന്നു. 5 വർഷം മുമ്പ് 2019 സെപ്റ്റംബറിലായിരുന്നു ബൈ ഇലക്ഷൻ ഉണ്ടായത്. മുരളീധരൻ രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിൽ അന്ന് അങ്ങ് എം.എൽ.എ. ആവുന്നു. വീണ്ടും മുരളീധരൻ ഇവിടേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. വട്ടിയൂർക്കാവ് നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വടകരയിലേക്ക് പോയത്. അപ്പം വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ തന്നെയാണ് അന്നുള്ളത് ഇന്നും ഉള്ളത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങിക്കൊണ്ടാണ് വട്ടിയൂർക്കാവിൽ ജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് സ്വാഭാവികമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അവർ വലിയ ഭൂരിപക്ഷം നൽകിയാണ് എന്നെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ജനതയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ആ നിലയിൽ ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നേമത്ത് പരാജയപ്പെട്ടു, വടകരയിൽ പരാജയപ്പെട്ടു, ഇനി വട്ടിയൂർക്കാവിലും പരാജയപ്പെടുമെന്നാൽ അത്രയേ ഉള്ളൂ അതെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മേഖല തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ബി.ജെ.പി. ഇവിടെ ശക്തമാണ്. അങ്ങ് പറഞ്ഞ കോൺഗ്രസ് അതേ രീതിയിൽ ഇവിടെ അവർക്ക് ഒരു വോട്ട് ബാങ്ക് സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോൾ CPM ഈ കാലയളവിലൂടെ രാഷ്ട്രീയമായി എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സംഘടനാ ശേഷിയൊക്കെ വളർന്നിട്ടുണ്ട്? അല്ല, നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ സാഹചര്യം വെച്ച് ഇതിനെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ഈ സാഹചര്യത്തിൽ പോലും തോറ്റയാളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴും വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. ആ 3-ാം സ്ഥാനത്ത് നിന്നാണ് 1-ാം സ്ഥാനത്തേക്ക് വന്നത്. രണ്ടാമത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭൂരിപക്ഷം ഉയർത്താനും സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് വട്ടിയൂർക്കാവിനെ നല്ല പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 1800 കോടി രൂപയുടെ വികസന പരിപാടികളാണ് വട്ടിയൂർക്കാവിലേക്ക് ഈ ഗവൺമെന്റ് എത്തിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന് മാത്രം 820 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി നടക്കാത്ത ഒരു കാര്യം ഇപ്പൊ നടപ്പാക്കാൻ പോവുകയാണ്. അപ്പൊ ജനങ്ങള് ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കും. ഈ സാഹചര്യം ആയിരിക്കില്ല കോർപ്പറേഷൻ ഇലക്ഷൻ ഉണ്ടാവുക, നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവുക. വലിയ മാറ്റം വരും. അപ്പോ ശ്രീ കെ മോഹൻകുമാറിനെയാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. രണ്ടാമത്തെ പൊതു ഇലക്ഷനിൽ വീണെ ഉൾപ്പെടെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. മുരളീധരൻ വരുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അദ്ദേഹം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അപ്പോ എന്തായാലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഞാനും നന്നായിട്ട് മണ്ഡലം ശ്രദ്ധിക്കാം. അദ്ദേഹം വരുന്നത് ഒരു തരത്തിലും ബാധിക്കില്ല. തീർച്ചയായിട്ടും ബാധിക്കില്ല. ഈ സാഹചര്യം ആകെ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഗവൺമെന്റ് ഇപ്പോൾ തിരിച്ചടി വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയും ഗവൺമെന്റും തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ കിട്ടിയ തിരിച്ചടി വളരെയധികം ഗുണകരമാകും. അപ്പൊ അത് കുറച്ചുകൂടി ജനകീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളും പരിശ്രമിക്കുകയാണ്. അപ്പൊ അത് അടുത്ത 2 വർഷം ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഞങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് മണ്ഡലത്തിൽ കാണാം. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ്. എതിരാളിയെ സ്വാഗതം ചെയ്യുന്നു. കെ മുരളീധരൻ കരുത്തനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം വട്ടിയൂർക്കാവിന്റെ മുൻ എം.എൽ.എ. ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന അത്രയധികം ആത്മവിശ്വാസത്തിലാണ് CPM-ന്റെ വട്ടിയൂർക്കാവിലെ ജനപ്രതിനിധി വി കെ പ്രശാന്ത്.